കഴിഞ്ഞ ആഴ്ചയിൽ വചന ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം വ്യാഖ്യാനിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, അത് 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യമായിരുന്നു. 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം ഞാനൊന്ന് തുടങ്ങിത്തരാം, ബാക്കി നിങ്ങൾ ഏറ്റുചൊല്ലുക. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. ആ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിച്ചവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത എന്ന് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായിരുന്നു? ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കാതെ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാനാവില്ല. ഒരാദ്യ സ്നേഹാനുഭവത്തിലേക്ക് വരണം. ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ദാവീദിൻ്റെ ദൈവാനുഭവങ്ങൾ വിവരിച്ചിരുന്നു. അതിനവസാനം ഞാൻ സൂചിപ്പിച്ചത്, ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ അവഗണിച്ചാലും ദൈവം നിന്നെ അവഗണിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഒരു കുറവും വരില്ല എന്നായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം, മാതാപിതാക്കന്മാരാൽ അവഗണിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ദാവീദ്. വചനഭാഗം നിങ്ങൾക്കറിയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും ദൈവം നമ്മെ അവഗണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കുറവും വരില്ല എന്ന ചിന്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവഗണനകളുടെ നൊമ്പരങ്ങളും മുറിവുകളും നമ്മിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റും. ദൈവമാണ് നമ്മളെ വളർത്തുന്നത്. ദൈവം വളർത്തിയാലേ വളരൂ. അതാണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ഈ ആദ്യ സ്നേഹാനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് രാജാവ് 23-ാം സങ്കീർത്തനം എഴുതുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ. ബാക്കി പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. മറ്റുള്ളവരൊക്കെ കുറയ്ക്കാൻ നോക്കി, പക്ഷേ ഒരു കുറവും വന്നില്ല എന്ന് ദാവീദ് എഴുതുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പച്ചയായ പുൽമേടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അത്രയും കാര്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ എത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ സംരക്ഷണം തരുന്നു, വിജയം തരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതങ്ങനെയല്ല പറഞ്ഞത്. എന്നെ ഇത് വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. വിരുന്നൊരുക്കുന്നു. എൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനും ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുവാനും എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതിത്തിരി ആഴമായതാണ്, ഗ്രഹിക്കുവാൻ ഇത്തിരി പ്രയാസമുണ്ട്. പക്ഷേ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അത് ബൈബിളിൽ നമ്മൾ കാണുന്നത് 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് പറഞ്ഞു നോക്കുകയെ. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദ് അങ്ങനെ പറയാനുള്ള കാരണം, അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുൻപ് ദാവീദ് ഒരു ഇടയനായിരുന്നു. ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെല്ലാം ഇടയന്മാരായിരുന്നു. മോശ ഇടയനായിരുന്നു. പൂർവപിതാക്കന്മാരെല്ലാം ഇടയന്മാരായിരുന്നു.
അതുകൊണ്ട് ഒരു ഇടയ ചിന്ത ഈ ഗ്രന്ഥങ്ങളിലെല്ലാം, അവരുടെ ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലും സംസാരങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അഭിഷേകം കിട്ടുന്നതിന് മുൻപ്, അഭിഷിക്തനാകുന്നതിന് മുൻപ് ദാവീദ് ഒരു ഇടയനായിരുന്നു. ഒരു പറ്റം ആടുകളെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ചില മുട്ടനാടുകൾ ചില കുഞ്ഞാടുകളെ ഇടിച്ച് തെറിപ്പിക്കുന്നത് ദാവീദ് കണ്ടിട്ടുണ്ട്. ആട് ഇങ്ങനെ ഒരു പറ്റം നടന്നു പോകുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ ചില കരുത്തുള്ള മുട്ടനാടുകളുണ്ട്. അപ്പം അത്തരം ചില മുട്ടനാടുകൾ ചില കുഞ്ഞാടുകളെ ഇടിച്ച് തെറിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ആട്ടിൻ കുഞ്ഞ് ഇടികൊണ്ട് തെറിച്ച് വീണാൽ ഇടയൻ എന്താണ് ചെയ്യുന്നത് എന്നതാണ് ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന താക്കോൽ. ഇടയൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വയ്ക്കും. എന്നിട്ട് ഈ കുഞ്ഞാടിനെ ചുമന്നുകൊണ്ടാണ് ഇടയൻ പിന്നെ മുന്നോട്ട് പോവുക. എന്ന് പറഞ്ഞാൽ അന്യായമായ ഓരോ ഇടിയും നിന്നെ ഇടയൻ്റെ തോളത്തെത്തിക്കുമെന്നതാണ് സത്യം. അന്യായമായ ഒരിടി നിന്നെ ഇടയൻ്റെ തോളത്തെത്തിക്കും. അതുവരെ ഇടയൻ്റെ കൂടെ നടന്ന് മറ്റാടുകളെപ്പോലെ കാല് കുഴഞ്ഞ് നടന്ന ആട്ടിൻ കുഞ്ഞിന് ഒരിടി അന്യായമായി അസ്ഥാനത്ത് കിട്ടിയപ്പോൾ പിന്നെ ആട് നടക്കേണ്ടതില്ല, ഇടയൻ്റെ തോളത്തായി. ഒരിടി നമ്മളെ ഇടയൻ്റെ തോളത്തെത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് കഴിഞ്ഞകാല ജീവിതത്തിൽ അന്യായമായ ഒത്തിരി ഇടികൾ കിട്ടിയവരാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ ആവലാതികളും പരാതികളുമായി നടക്കുന്നത് കൊണ്ട് ഇന്നും നമ്മൾ നടന്ന് കുഴയുകയാണ്. പക്ഷേ ആ ഒരിടിയെ എൻ്റെ ഇടയൻ്റെ തോളത്തെത്തിക്കാൻ മാത്രം കഴിവുള്ളതാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആത്മീയ കണ്ണിന് വെളിച്ചമുണ്ടാകണം. അതുകൊണ്ടാണ് ഇടയൻ്റെ തോളത്താണ് ഇടികൊണ്ട ആട്ടിൻ കുഞ്ഞിൻ്റെ. ഇങ്ങനെ ഇടികൊണ്ട ആട്ടിൻ കുഞ്ഞ് ഇടയൻ്റെ തോളത്തിരിക്കുമ്പോൾ ഇടയനും ആടും തമ്മിലുള്ള ഒരു വലിയ സ്നേഹമുണ്ട്, വലിയ ബന്ധമുണ്ട്. ഇടികൊണ്ട് വേദനിക്കുന്ന ശരീരഭാഗങ്ങൾ ഇടയൻ്റെ കവിളിനോട് ചേർത്ത് വെച്ച് ഇടയൻ കവിളിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത് കിഴിപിടിക്കുന്നത് പോലെ അത് സൗഖ്യപ്പെടാൻ തുടങ്ങുകയാണ്. അതിൻ്റെ വേദന കുറയുകയാണ്. ഇടയൻ്റെ കവിളിൽ നിന്ന് വരുന്ന ചൂടെടുത്ത് ജീവിതത്തിൽ അന്യായമായി കിട്ടിയ ഇടികളൊക്കെ സൗഖ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഇടയനോട് ഒട്ടി നിൽക്കുന്ന ആട്ടിൻ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങളും അതിൻ്റെ തലയുമൊക്കെ ഇപ്രകാരം ചേർത്തിരിക്കുന്ന സമയത്ത് ഈ ഇടയൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇടയൻ ചെയ്യുന്നത് ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് പഞ്ഞിക്കുരുവാണ് എന്ന് ഒരു ഇടയനറിയാം. പഞ്ഞിക്കുരുവാണ് ആട്ടിൻ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അത് ഇടയന് മാത്രം അറിയാവുന്ന സത്യമാണ്. അതുകൊണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആട്ടിൻ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ഏതൊരു ഇടയനും തൻ്റെ സഞ്ചിയിൽ ഒരു ഇത്തിരി പഞ്ഞിക്കുരു കരുതി വെച്ചിരിക്കും. കുഞ്ഞുങ്ങൾ വരുമ്പോൾ മുട്ടായി കൊടുക്കാൻ വേണ്ടി കീശയിൽ മുട്ടായി ഇട്ടുകൊണ്ട് നടക്കുന്ന പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതിന് കൊടുക്കാൻ വേണ്ടി എന്തോ പ്രധാനപ്പെട്ടത് ഇങ്ങനെ സൂക്ഷിക്കുക ഇടയ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് ഏതൊരു ഇടയൻ്റെ സഞ്ചിയിലും ഒരിത്തിരി പഞ്ഞിക്കുരു ഉണ്ടാകും. ഇടയൻ്റെ കവിളിനോട് ചേർന്നിരിക്കുന്ന ഈ ആട്ടിൻ കുഞ്ഞിൻ്റെ വായോട് ചേർത്ത് ഇടയനിങ്ങനെ സഞ്ചി തുറന്നു പിടിക്കുമ്പോൾ ആ സഞ്ചിയിൽ നിന്ന് ഈ ഇടികൊണ്ട ആട്ടിൻ കുഞ്ഞ് പഞ്ഞിക്കുരു ആവോളം ആസ്വദിച്ച് തിന്നും. ഞാൻ ആ ചിത്രം എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. ഇടയൻ്റെ തോളത്തിരിക്കുന്ന ആട്ടിൻ കുഞ്ഞിൻ്റെ വായോട് ചേർത്ത് സഞ്ചി തുറന്നു പിടിച്ചിരിക്കുന്ന ഇടയൻ, ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ തലം. ആ സമയത്ത് പഞ്ഞിക്കുരു ഇങ്ങനെ ചവച്ചരച്ച് തിന്നുമ്പോൾ ആടിൻ്റെ വായിൽ നിന്ന് ഇടയൻ്റെ ദേഹത്തൂടെ പഞ്ഞിക്കുരുവിൻ്റെ ചാറൊഴുകുമ്പോൾ ഒരസ്വസ്ഥതയില്ലാതെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഇടയൻ. അതാണ് എൻ്റെ മനസ്സിലെ ഈ രംഗം പലപ്പോഴും തെളിഞ്ഞു വരിക. ഇങ്ങനെ ഇത് പഞ്ഞിക്കുരു ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആട്ടിൻ കുഞ്ഞ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി.
പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തന്നെ ഇടിച്ചു വീഴ്ത്തിയ മുട്ടനാട് തൻ്റെ പിന്നാലെ നടന്നു വരുന്നതാണ്. ഇടയൻ്റെ തോളത്തിരിക്കുന്ന ആട്ടിൻകുഞ്ഞിൻ്റെ ചിതയാണ് ഇടയനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ കോറിയിട്ടത്. എന്താണ് ആ വാക്യം വായിച്ചേ? എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ നടുവിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ, ജീവിതത്തെ ആഘോഷമാക്കി മാറ്റാൻ മാത്രം എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് എനിക്ക്. ഇതാണ് നമ്മുടെ ബോധ്യം. അപ്പോൾ ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും ഉപദ്രവം ചെയ്തു, അതോടെ തീരാനുള്ളതല്ല നമ്മൾ. ആ ഓരോ സന്ദർഭങ്ങളും മറ്റുള്ളവരെക്കാൾ അധികം ഉയരത്തിലാകാൻ, ഇടയൻ്റെ സ്വന്തമായി തീരാൻ, ഇടയൻ്റെ തോളത്ത് സ്ഥാനം കിട്ടാൻ അത്രമാത്രം വലിയ ഭാഗ്യമാണ് ഈ വ്യക്തികളൊക്കെ തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കൈ പിടിച്ചുയർത്തുന്നവരല്ല തൊഴിച്ച് പൊക്കുന്നവരാണ് നമ്മെ കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നത്. ഒന്ന് പറയാമോ നോക്കിക്കേ. കൈ പിടിച്ചുയർത്തുന്നവരല്ല തൊഴിച്ചു പൊക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നത്. ഒരു പന്തെടുക്കുക, കൈ കൊണ്ടടിച്ചാൽ പൊങ്ങുന്നതിനേക്കാൾ ഉയരത്തിൽ തൊഴിച്ചാൽ നമുക്ക് പൊക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് കരുതി സുഖിപ്പിച്ച് കൂടെ നടക്കുന്നവരെക്കാൾ അധികം നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന, നമ്മളെ അന്യായമായ വിധത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തുന്ന വ്യക്തികളൊക്കെ നമ്മളെ കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളുടെ ലോകത്ത് നിന്ന് ദൈവികമായൊരു തലത്തിലേക്ക് വളരുവാൻ, അതുകൊണ്ടാണ് ഭൗതികതയുടെ നിരർത്ഥകതയും ഭൗതികതയുടെ നശ്വരതയും തിരിച്ചറിയുന്നവന് ആത്മീയനാകാതെ വയ്യ എന്ന് പറയുന്നത്. പറയാൻ നോക്കിക്കേ. ഭൗതികതയുടെ നിരർത്ഥകതയും ഭൗതികതയുടെ നശ്വരതയും തിരിച്ചറിയുന്നവന് ആത്മീയനാകാതെ വയ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകവും ഈ ലോകത്തിൻ്റെ സ്നേഹങ്ങളും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടുന്നതിനപ്പുറത്തേക്ക് വളരാൻ ഇത്തരം ചില ഇടികൾ നമുക്ക് ആവശ്യമായി വരും. അത് കിട്ടുമ്പോൾ തകർന്നു പോയി എന്നല്ല, ഇതിൽ നിന്ന് വിമോചനമായി എന്നാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ഇടയ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത്തരം ചില ഇടികളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം പോലും എന്നെ കൈവിട്ട് കളഞ്ഞു. ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ സാധാ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, ദൈവം ഇത് കേൾക്കുന്നില്ലേ? ദൈവം ഇത് കാണുന്നില്ലേ? ഞാൻ ഇത്രമാത്രം വിളിച്ചപേക്ഷിച്ചിട്ട്, ഞാൻ ഇത്രമാത്രം ത്യാഗപൂർവമായി എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തിട്ട് എന്തുകൊണ്ട് എനിക്ക് ഒരു വിജയമുണ്ടാകുന്നില്ല? ദൈവം ചിലപ്പോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സമയമാകാൻ വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഈ ദിവസങ്ങളിൽ കേൾക്കാനിടയായ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരച്ഛൻ പറഞ്ഞു, വട്ടായിലച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വട്ടായിച്ചൻ്റെ ശുശ്രൂഷകളിങ്ങനെ വളരെ നന്നായി പോയിരിക്കുന്ന നാളുകളിൽ ഒരിക്കൽ ഒരു ചേടത്തി വളരെ ദൂരെ നിന്ന് ഒരു സങ്കടവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയിലും ഇതേ ചേടത്തി വന്നു. അപ്പോഴും ഇതേ വിഷയം പറഞ്ഞു. അച്ഛൻ അന്നേരവും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ചേടത്തി വരുന്നത് കാണുമ്പോഴേ, ദൈവമേ ഇത് വരുമ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ലല്ലോ, അത് പറയാൻ വേണ്ടിയായിരിക്കും വരുന്നത് എന്ന് അച്ഛൻ മനസ്സിലോർത്തുകൊണ്ട് വരും. ഇങ്ങനെ വന്നപ്പോഴും അച്ഛൻ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് സമാധാനമായിട്ട് പോയി ദൈവം കാണും, ദൈവം സഹായിക്കും എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ ഇവിടെ വരെ കാലങ്ങളേറെ കഴിഞ്ഞു. 52-ാമത്തെ ആഴ്ച, 52-ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ വർഷങ്ങളായി. 52-ാമത്തെ ആഴ്ച ഈ ചേച്ചി വരുമ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ കിട്ടി. എന്താ ഈ 52 ആഴ്ച കാത്തു നിർത്തിയിട്ട് ഇത് കൊടുത്തത്? ആദ്യത്തെ ആഴ്ച തന്നെ അതിന് ഉത്തരം കിട്ടിയാൽ പോരെ? പക്ഷെ ദൈവത്തിന് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ, നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ
അങ്ങനെ കിട്ടിയ ഒരെണ്ണത്തിന് വലിയ വിലയുണ്ട്. ആദ്യം ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയതിനൊന്നും കാലം കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ വളരെ തീഷ്ണതയോടെ കാലങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയത് നമ്മുടെ ചങ്കിൽ നിന്ന് പോവില്ല. അപ്പോൾ അത്തരമൊരു അനുഭവം നിനക്ക് തന്നെങ്കിലേ ഈ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുള്ളൂ. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ കാലതാമസങ്ങൾ വരുത്തും. കാലതാമസങ്ങൾ വന്നാൽ നിരാശപ്പെടുകയല്ല, കൂടുതൽ അള്ളിപ്പിടിക്കുകയാണ് വേണ്ടത്. തകർച്ചകളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന അനേകരുണ്ട്. അങ്ങനെയല്ല, ദൈവത്തെ അള്ളിപ്പിടിക്കാനുള്ള സമയമാണ് ജീവിതത്തിൻ്റെ സഹനങ്ങൾ. തമ്പുരാനല്ലാതെ വേറെ ആരാണ് നമുക്കുള്ളത്? നമ്മളെ സഹായിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് പരിപൂർണമായി ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങളിൽ ശാഠ്യങ്ങളൊക്കെ പിടിക്കാറുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത തലങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അപ്പോൾ തന്നെ തരാതെ വിട്ടു എന്ന് വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ വിട്ടെന്ന് വരാം. അത് ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇത്തിരി കൂടെ ആത്മീയ പക്വത പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞുനാളുകളായിരുന്നപ്പോൾ സ്കൂളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഈ അപ്പനും അമ്മയും ഇങ്ങനെ ചെയ്യുന്നതെന്ന് കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. കുഞ്ഞു മനസ്സിൻ്റെ ചിന്തയാണത്. പക്ഷേ അന്ന് അവരെന്നെ നിർബന്ധിച്ച് വിട്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് ആ ജീവിതത്തിൽ പക്വത പ്രാപിക്കുമ്പോഴാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിലുള്ള പ്രതികരണങ്ങൾ ദൈവം ചെയ്യുമ്പോഴും അതെന്നെ കൂടുതൽ വളർത്താൻ വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. അതുകൊണ്ട് ഈ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ ബൈബിളിൻ്റെ നാളുകളിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈപിടിച്ചുയർത്തുന്നവരല്ല, തൊഴിച്ചു പൊക്കുന്നവരാണ് നമ്മളെ കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നതെങ്കിൽ എന്നെ ഉയരങ്ങളിൽ എത്തിച്ച, എന്നെ വളർത്തിയ വ്യക്തികളോട് എനിക്ക് നന്ദിയും സ്നേഹവും വേണം. അല്ലേ? നമ്മളെ വളർത്തുന്നവരോട് നമുക്ക് നന്ദി വേണ്ടേ? ആരെയാണ് യഥാർത്ഥത്തിൽ നന്ദിയോടെ കാണേണ്ടത്? നമ്മുടെ ശത്രുക്കളെയാണ്. നമ്മളെ അന്യായമായി പീഡിപ്പിച്ചവരാണ് നമ്മളെ വളർത്തിയവർ. നമ്മൾ കരുത്തുള്ളവരായി മാറിയത് അപ്പോഴാണ്. ആത്മീയ ജീവിതത്തിൽ പക്വത പ്രാപിച്ചത് അപ്പോഴാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മബലം കിട്ടിയത് അപ്പോഴാണ്. നമ്മളെ വളർത്തിയവരോട് നന്ദിയുള്ളവരാകണം. നമ്മളെ വളർത്തിയവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങണം. അതുകൊണ്ടാണ് ഇടയൻ്റെ തോളത്തിരിക്കുന്ന കുഞ്ഞാട് ഇടയനോളം വളരുന്നത്, ഇടയൻ്റെ മനസ്സോളം വളരുന്നത് ഇടയൻ്റെ മനോഭാവങ്ങളെ സ്വന്തമാക്കുമ്പോഴാണ്. ഇടയനോളം വളരണം. ഇടയനോളം വളരുന്നത് എപ്പോഴാണ്? ഇടയൻ്റെ മനോഭാവങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 44-45 തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 45-ാം അധ്യായത്തിന് 44-45 തിരുവചനങ്ങൾ. നിങ്ങൾക്കറിയാം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ബാക്കി പറയാൻ നോക്കിക്കേ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുന്നത് എങ്ങനെയാണ്? ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് നന്നായി പ്രതികരിച്ചാൽ അന്യായമായി കൊള്ളേണ്ടി വന്ന ഒരു ഇടി ഒരാൾക്ക് ദൈവത്തിൻ്റെ സഹവാസത്തിലേക്ക് ഉയരാനുള്ള അവസരമായി മാറും എന്നൊക്കെ പറയുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്താണ് സംഭവിക്കുക? കനലിനോട് ചേർന്നിരിക്കുന്ന കരിക്കട്ട കനലായി മാറുന്നത് പോലെ
ദൈവത്തോട് ചേർന്നിരിക്കുന്ന വേളയിൽ ദൈവത്തിലേക്ക് നമ്മൾ വളരുകയാണ്. അതുകൊണ്ടാണ് സാന്നിധ്യാനുഭവങ്ങൾ നമ്മെ വളരെ അടിസ്ഥാനപരമായി നിരന്തരമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ ആഴ്ചയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയ്ക്കായി മറ്റ് പല സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്, ഇടവക ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലുമൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മളെല്ലാവരും. അതെല്ലാം ഒരു സഹവാസത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ബലിയും വിരുന്നും സാന്നിധ്യവുമാണ് എന്ന് പറയുക. കുറേ കാലം കഴിയുമ്പോഴേക്കും ഈ വിഷയം ഞാൻ അവിടെ വരെ എത്തിക്കും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന ബലിയാണ്, പരിശുദ്ധ കുർബാന വിരുന്നാണ്, പരിശുദ്ധ കുർബാന സാന്നിധ്യമാണ്. സാന്നിധ്യാനുഭവത്തിലേക്കാണ് ഇപ്പോൾ നമ്മളെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഇത്തരം ചില അനുഭവങ്ങൾ നമ്മെ ദൈവം എത്രയോ നല്ലവനെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുന്നത് എല്ലാം നന്നായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം, പഴയ നിയമത്തിൽ പഞ്ചഗ്രന്ഥിയിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരി പുണർന്നു, താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഇനിയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യങ്ങളിലാണ് ദൈവം പലപ്പോഴും നമ്മളെ കണ്ടെത്തുന്നത്. സമൃദ്ധിയുടെ നടുവിലല്ല, സമ്പന്നതയുടെ നടുവിലല്ല, പ്രതാപത്തിൻ്റെ നടുവിലല്ല. ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യങ്ങളിൽ ദൈവം നമ്മളെ കണ്ടെത്തും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഉപേക്ഷിച്ചു പോവില്ല. ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യങ്ങൾ, മറ്റാരുമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ദൈവം ചിലപ്പോൾ നമ്മളെ കണ്ടെത്തുക. ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ അവൻ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, സ്നേഹത്തോടെ ചേർത്ത് നിർത്തി, താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി അവനെ സൂക്ഷിച്ചു. എന്നിട്ടാണ് അവനെ പറക്കാൻ പഠിപ്പിക്കുന്നത്. കൂട് ചലിപ്പിക്കും, അതുപോലെ കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് പറക്കും. എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുക. ഈ തള്ളപ്പക്ഷി കൂടിൻ്റെ മുകളിലൂടെ പറന്നു നടന്നാലും ഈ കൂടിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുപക്ഷി ചിറക് ചലിപ്പിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ കൂടിൻ്റെ ഉണ്ടാക്കിയ കമ്പുകൾ ഓരോന്നോരോന്നായി കൊത്തിയെടുത്ത് പുറത്ത് കളയും. പിന്നെ കൂടിന് വെളിയിലായി വെറുമൊരു ചില്ലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അവിടെ സുഖം കണ്ടെത്തിക്കൊണ്ട്, അവിടെ സുരക്ഷിതത്വം കണ്ടെത്തിക്കൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ തള്ളപ്പക്ഷി വന്ന് കമ്പ് ചലിപ്പിക്കും. അതാണ് കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിഞ്ഞ ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. പറക്കാൻ പഠിപ്പിക്കുന്നത് സുരക്ഷിതത്വം തകർത്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ജീവിതത്തിലെ ചില സുരക്ഷിതത്വങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ദൈവം നമ്മളെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കഴുകൻ നിലത്ത് ഇഴയാനുള്ളതല്ല, കഴുകൻ അനന്തവിഹായസിൽ പറന്നു പോകാനുള്ളതാണ്. പറന്നു പോകണം. ഓരോ മനുഷ്യനും ജീവിതത്തിൻ്റെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഉടക്കിക്കിടന്ന് അതിൽ ഇഴയാനുള്ളതല്ല നമ്മുടെ ജന്മം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടുന്നത്? എൻ്റെ ദൈവം തരുന്ന പരിശീലനങ്ങളുണ്ട്, എൻ്റെ ദൈവം എനിക്ക് തരുന്ന ബോധ്യങ്ങളുണ്ട്,
ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ആരോരുമില്ലാത്തവന് തമ്പുരാൻ തുണയെന്ന് കാരണവന്മാർ ചൊല്ലിത്തന്ന് പഠിപ്പിച്ചതിൻ്റെ ഓർമ്മ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയുക. അതാണ് 32-ാമത്തെ അധ്യായത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുക. ഇവിടെ വളരെ പ്രധാനമായി ഒരു കാര്യം കൂടി ഓർക്കണം. ഇവിടെ ഒരു ജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ അതിൽ തന്നെ നോക്കിയാൽ അതിന് ഉത്തരവില്ല. എന്തിനാണ് ഈ തകർച്ച, എന്തിനാണ് ഈ രോഗം, എന്തിനാണ് ഈ പ്രശ്നം? നമുക്ക് ഉത്തരവില്ല. ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അതിൽ തന്നെ ഉത്തരം തേടിയാൽ ഉത്തരങ്ങളില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം. ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായി നമ്മളെ വഴി നടത്തുന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒന്നും അതിൽ തന്നെ പൂർണ്ണമാണ് എന്ന് വിചാരിക്കരുത്. അതിനുത്തരം കിട്ടണമെങ്കിൽ അതിന് മുൻപും അതിന് പിൻപുമുള്ള സംഭവങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. സമയം കിട്ടിയാൽ പിന്നീട് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ആത്മീയ ജീവിതത്തിൽ ഒരാൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഗിൽഗാൽ അനുഭവം, ഒരു ബഥേൽ അനുഭവം, ഒരു ജെറീക്കോ അനുഭവം, ഒരു ജോർദാൻ അനുഭവം എന്ന 4 സ്റ്റെപ്പുകൾ വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കും. അത് ജെറീക്കോ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തകർച്ചയുടെയും ഏകാന്തതയുടെയും എല്ലാത്തിൻ്റെയും തീവ്രമായ ഭാവങ്ങൾ അനുഭവിക്കുന്ന മരുഭൂമി അനുഭവമാണ്. ആ മരുഭൂമി അനുഭവത്തെ അതിജീവിക്കുന്നത് ഒരു കാല് ബഥേലിൽ ഉറപ്പിക്കണം, മറ്റേ കാൽ നമുക്ക് ജോർദാനിൽ ഉറപ്പിക്കണം. എന്നിട്ട് വേണം ഇതിനെ കടക്കാൻ. കഴിഞ്ഞകാല ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത്തരം അനുഭവങ്ങളിലൂടെ പണ്ട് കടന്നുപോയപ്പോൾ എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നാൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, ബാക്കി പറഞ്ഞേ, വരുവാനോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് എന്ന് ഞാൻ അറിയുന്നു. അതാണ് ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. ഞാൻ വീണ്ടും പലപ്പോഴും ഓർക്കാറുണ്ട്, സാധാരണ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു വല്ലാത്ത സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നീതിമാൻ എന്തുകൊണ്ട് സഹിക്കേണ്ടി വരുന്നു എന്നാണ്. നീതിമാൻ എല്ലാം നന്നായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചില ദുരന്തങ്ങളുടെയൊക്കെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. മാനുഷികമായ ഉത്തരങ്ങൾ അവിടെ ഇല്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നീതിമാൻ്റെ സഹനത്തിലും ദുഷ്ടൻ്റെ വളർച്ചയിലുമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും ശ്രദ്ധിച്ചാൽ ഞാനത് പറഞ്ഞു തരാം. എന്താണ് നീതിമാൻ്റെ സഹനത്തിന് അർത്ഥമുണ്ട്. നീതിമാൻ്റെ സഹനങ്ങൾ അവൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി ദൈവം കൊടുക്കുന്നതാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ അത്രയും സഹനം കൊടുത്ത് എന്തിനാണ്? അൽഫോൻസാമ്മയെ മറ്റുള്ളവരെക്കാൾ വലിയവളാക്കാൻ വേണ്ടി, വിശുദ്ധിയാക്കാൻ വേണ്ടി, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അൾത്താരകളിൽ വണങ്ങപ്പെടാൻ മാത്രം അവളെ വലിയവളാക്കി മാറ്റിയത് വലിയ സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ്. അവളേതെങ്കിലും ചെയ്ത തെറ്റിൻ്റെ പാപമായിട്ട് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതല്ലത്. ദൈവം തരുന്ന സഹനങ്ങൾ, നീതിമാൻ്റെ സഹനങ്ങളെല്ലാം ഉപരി മഹത്വത്തിനു വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഒരുപക്ഷേ ഇന്നത്തെ ചില ചോദ്യങ്ങൾക്ക്, എൻ്റെ മനസ്സിൻ്റെ സങ്കടത്തിന് ഇതൊരു ഉത്തരമായേക്കാം. എൻ്റെ ഉപരി മഹത്വം എൻ്റെ ദൈവം കാണുന്നു, അതിനു വേണ്ടി ദൈവം എന്നെ ഇപ്പോൾ ഒരുക്കുന്നു. അങ്ങനെ ഒരുക്കിക്കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഞാൻ അസ്വസ്ഥമാകേണ്ടതില്ല, ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് നീതിമാൻ്റെ സഹനത്തിലും
രണ്ടാമത് പറഞ്ഞത് ദുഷ്ടൻ്റെ വളർച്ചയിലും ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രകടമാകുന്നത്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ്റെ വളർച്ചയിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നതെന്ന് പറയുക? സാധാരണ പറയാറുണ്ട്, തോന്നി പോലെ ജൈവിച്ചാൽ ഒരു കുഴപ്പമില്ല, നോക്ക് അവരൊക്കെ എത്ര പെട്ടെന്നാണ് അടിച്ചു കയറിപ്പോകുന്നത്. സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണത്. ഇത്രയും നന്നായിട്ടും സത്യസന്ധമായിട്ടും ഒക്കെ ജീവിച്ചിട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല. കയറിപ്പോകാനൊരു സമയമുണ്ട്, സമയമില്ല എന്നല്ല. ദുഷ്ടനെ ദൈവം വളർത്തുന്നതിന് വേണ്ടിയാണ്, അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവന് മാനസാന്തരപ്പെടാൻ ഒരവസരം കൂടെ തമ്പുരാൻ കൊടുക്കുകയാണ്. അവന് തിരിച്ചു വരാൻ ഒരവസരം കൂടെ ദൈവം കൊടുക്കുകയാണ്. ദുഷ്ടനെ വളർത്തുമ്പോൾ ഓർക്കണം, അതിനകത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ മനസ്സിലാക്കി അവന് തിരിച്ചു വരാൻ, അവൻ്റെ നിത്യരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അവന് ഒരു സ്നേഹം കൊടുത്താലേ അവൻ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ അനന്തമായ പദ്ധതിയിൽ ഇപ്രകാരം ദൈവം ചെയ്യാറുണ്ട്. ദുഷ്ടൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവന് വളർച്ചയും നീതിമാൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി അവന് ദൈവം സഹനങ്ങളും കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നതാണ് സത്യം. ജെറമിയായുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 11-ാം വാക്യം എല്ലാവർക്കും മനപാഠമാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മനസ്സിൽ പറയാൻ നോക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. ദൈവമാണ് എല്ലാം നയിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിയാതെയും അനുവദിക്കാതെയും സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കാൻ നമുക്ക് സാധിക്കും. പ്രതികരിക്കുന്നത് ചേർന്ന് നിന്നുകൊണ്ടാണ്. ആ മനസ്സോടെ അവൻ്റെ പദ്ധതി അനുസരിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ദൈവത്തിൻ്റെ ഈ സ്നേഹാനുഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, പ്രത്യുത ആത്മാവ് കൊണ്ടാണ് ഈ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടത്. അത് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനത്തിൽ, പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിരന്തരമായി നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് മുകളിൽ ആധിപത്യം നൽകിക്കൊണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ദൈവം പ്രപഞ്ചത്തിലുള്ളതും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ഞാൻ ഇത്തിരി കൂടി ആഴങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിന് പുറത്തായി, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് പുറത്തായി ഒരു വസ്തുലോകവും ഒരു വ്യക്തിലോകവും ഉണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള കാര്യങ്ങളല്ലാതെ അവന് പുറത്തായി 2 കാര്യങ്ങളാണുള്ളത്, 2 ലോകങ്ങളാണുള്ളത്. ഒന്ന് വ്യക്തിലോകമാണ്, വ്യക്തികളുടെ ലോകം. അത് കുടുംബത്തിൽ ആരംഭിക്കുന്നു, സമൂഹത്തിലേക്ക് വളരുന്നു, രാജ്യത്തിലേക്ക് അത് വളരുന്നു, ലോകത്തിലേക്ക് അത് വ്യാപിക്കുന്നു. വ്യക്തികളുടെ ഒരു വലിയ ലോകം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്തുലോകവും നമ്മുടെ മുൻപിലുണ്ട്. ഈ വസ്തുലോകവും വ്യക്തിലോകവും ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളാണ്, നമുക്കായുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാണ്.
ഇത് വളരെ അടിസ്ഥാനപരമായി പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഈ സ്നേഹ സമ്മാനങ്ങളെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഇവ എല്ലാം നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങളായി മാറും. എന്നാൽ ദാതാവിനെ മറന്നുകൊണ്ട് ദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം ദാനങ്ങൾക്ക് അടിമയായി പോകും. ദാതാവിനെ മറന്ന്, ഇത് തന്ന ദൈവത്തെ മറന്ന് ഇവ ഉപയോഗിക്കുമ്പോൾ, വസ്തുലോകവും വ്യക്തിലോകവും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിമയായി പോവും. ദൈവം തന്ന സമ്പത്തിന് അടിമയായി പോയത് എപ്പോഴാണ്? ദൈവം തന്ന സമ്പത്തിന് മനുഷ്യൻ അടിമയായി പോയത്, ദൈവത്തെ പോലും മറക്കുന്ന വിധത്തിൽ ജീവിക്കാൻ മനുഷ്യൻ തുടങ്ങിയത് ഈ വസ്തുലോകത്തിൻ്റെ അടിമയായി അവൻ മാറിയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് ദൈവം തന്ന ദാനമാണ്, ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവയെ ഉപയോഗിക്കുന്നവൻ ഒരിക്കലും അതിൻ്റെ അടിമയായി പോകുന്നില്ല. എന്നാൽ അതിനു പകരമായി ഇതെൻ്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ അടിമയായി മാറും എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥാവകാശം ഈ ലോകത്തിൽ ഒന്നിനു മുകളിലും ഉടമസ്ഥാവകാശം നമുക്കില്ല. കാര്യസ്ഥാവകാശം മാത്രമേ നമുക്കുള്ളൂ. ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, എല്ലാം ദൈവത്തിൻ്റേതാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ കാര്യസ്ഥാവകാശം മാത്രമേ എനിക്കുള്ളൂ. കാര്യസ്ഥൻ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥൻ കൂടിയാണ് എന്ന് തിരിച്ചറിയണം. അതല്ലാതെ എൻ്റേതാണ് എന്ന് ചിന്തിച്ചാൽ അത് അവനെ അടിമയാക്കി മാറ്റും. അതുകൊണ്ട് ദാതാവിനേക്കാൾ അധികമായി ദാനത്തിന് പ്രാധാന്യം കൊടുത്തതാണ് പാപം എന്ന് പറയുക. അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ ഒന്നിനും കൊടുക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മളതിൻ്റെ അടിമയായി പോകും എന്നതാണ്. ദൈവത്തെക്കാൾ അധികമായി വ്യക്തികളെ സ്നേഹിച്ചാൽ നമ്മൾ വ്യക്തികൾക്ക് അടിമകളായി പോകും. വ്യക്തികളും വസ്തുക്കളും ദൈവം തന്ന ദാനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ദൈവത്തെക്കാൾ അധികമായി വ്യക്തികളെ സ്നേഹിക്കരുത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. വ്യക്തിലോകത്തെയും വസ്തുലോകത്തെയും ഓർത്ത് അവയുടെ ദാതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. അപ്പോൾ എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മൾ വിമോചിതരാകുന്നതായി കാണാൻ പറ്റും. വ്യക്തിലോകത്തെ വസ്തുലോകത്തെ ദൈവത്തിൻ്റെ ദാനമായി കാണാതെ എല്ലാം സ്വന്തമാക്കുന്നവനെ ദൈവം വിളിക്കുന്ന വാക്ക്, ഈശോ വിളിക്കുന്ന വാക്ക് ഭോഷ എന്നാണ്. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാനും എനിക്കുള്ളവയും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയണം. ഞാനും എനിക്കുള്ളവയും ദൈവത്തിൻ്റെ ദാനമാണ്. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ജോബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. എന്നിട്ട് അവൻ പറയുകയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാറ്റിൻ്റെയും ഉടയവൻ ദൈവം, ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റേത്. ദൈവമേ നിനക്ക് നന്ദി. വ്യക്തിബന്ധത്തിൽ വളരുന്നത് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ജീവിതത്തിൽ ഇല്ലായ്മകളും വല്ലായ്മകളും ഓർത്ത് പരാതിപ്പെട്ടുകൊണ്ട് ഇരുന്നാൽ നിനക്ക് ദൈവബന്ധത്തിലേക്ക് വളരാനാവില്ല. ദൈവബന്ധത്തിലേക്ക് വളരാനാകുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിന് പരിഹാരവും ഉണ്ടാകുന്നില്ല.
ദൈവബന്ധത്തിലേക്ക് വളരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു ദൈവികമായ കണ്ണുകൊണ്ട് നിനക്ക് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോട് സഹകരിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരികയാണ്. അതുകൊണ്ട് കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ജോബ് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൻ്റെ സുഖാനുഭവത്തിന് നടുവിലല്ല, എല്ലാം തകർന്നു നിൽക്കുന്ന വേളയിലാണ്, എല്ലാം നഷ്ടപ്പെട്ട വേളയിലാണ് ജോബ് അങ്ങനെ പ്രാർത്ഥിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസഹാക്ക് ദൈവം തന്ന ദാനമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസഹാക്കിന് ദൈവത്തിന് ബലി സമർപ്പിക്കാൻ തയ്യാറായത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്നതാണ്. ദൈവം ചോദിച്ചാൽ തിരികെ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. വലിയ സങ്കടങ്ങൾ അതോടെ അവസാനിക്കുകയാണ്. ചില അപ്രതീക്ഷിതമായ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. പക്ഷേ ദൈവമാണ് എനിക്ക് ഈ വ്യക്തിയെ തന്നത്, ഈ കൊച്ചിനെ ദൈവമാണ് എനിക്ക് തന്നത്, ഈ ജീവിത പങ്കാളിയെ ദൈവമാണ് എനിക്ക് തന്നത്, ഈ മാതാപിതാക്കന്മാരെ ദൈവമാണ് തന്നത്, ഈ സഹോദരങ്ങളെ ദൈവമാണ് തന്നത്. അതുകൊണ്ട് ആ വ്യക്തിയെ തിരിച്ചെടുക്കാനുള്ള അവകാശം ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരുമ്പോൾ ചോദ്യം ചെയ്യലുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ സന്തോഷവും ആനന്ദവും വന്ന് നിറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത് അപ്പൻ സഹിച്ച വലിയ സഹനാനുഭവത്തിൻ്റെ കഥയാണത്. പക്ഷേ ഇസഹാക്ക് ദൈവം തന്ന ദാനമാണ്, വാർദ്ധക്യത്തിൽ സമ്മാനമായി തന്ന ദാനമാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, മറുതലിക്കാതെ അതിനവൻ തയ്യാറായി. അതുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് ലഭിച്ചതാണെന്നും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനുള്ളതാണ് എന്നും തിരിച്ചറിയണം. എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6:12, അവിടെ നമ്മൾ വായിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തമാക്കുന്ന രംഗമാണ്. ദൈവം കൊടുത്തപ്പോഴാണ് സംതൃപ്തി ഉണ്ടായത്. ദൈവം കൊടുത്താലാണ് നിറവുണ്ടാകുന്നത്. ദൈവം കൊടുക്കുന്നിടത്താണ് മിച്ചമുണ്ടാകുന്നത്. ദൈവം കൊടുക്കാത്തിടത്ത് സംതൃപ്തിയില്ല. അതുകൊണ്ടാണ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങാൻ പഠിക്കണം എന്ന് പറയുക. അതോടൊപ്പം തന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കണം. വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കണം. എനിക്ക് തരുന്ന സ്നേഹസമ്മാനങ്ങളെ ഞാൻ വാങ്ങേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണണം എന്ന് പറയുക. അപ്പോഴാണ് എല്ലാവരും സ്നേഹയോഗ്യരാണ് എന്ന് മനസ്സിലാകുന്നത്. പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 23-ാം വാക്യം, ആദം ആദ്യമായി ഹവ്വയെ കാണുന്നത് ഹവ്വ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ്. വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കണം. അപ്പോൾ വ്യക്തികൾ സ്നേഹയോഗ്യരാണ് എന്ന് മനസ്സിലാകും. വ്യക്തികളെല്ലാം സ്നേഹയോഗ്യരാകുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതായി കാണാൻ പഠിക്കണം. അല്ലാത്തപ്പോഴാണ് ചെകുത്താൻ്റെ കൂടെ നിൽക്കുന്നതായി കണ്ടാൽ വെറുക്കാനുള്ള കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവളായി ഹവ്വയെ ആദം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ്. അവളെ സ്വീകരിക്കുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ. വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കുക. അപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളാണ് എന്ന് മനസ്സിലാകും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വ്യക്തിലോകവും വസ്തുലോകവും ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാണ് എന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ ദൈവം നമ്മെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുമെന്ന ഒരു ചിന്ത കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനം, ഞാൻ ദൈവത്തിന് നന്ദി പറയണം, എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എനിക്ക് ദൈവം തന്ന ദാനങ്ങളാണെങ്കിൽ
ദാനമാണെന്ന ഓർമ്മയുള്ളത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കാൾ അഹങ്കരിക്കാനൊന്നുമില്ല. അഹങ്കാരം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അസൂയ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അപരൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. എനിക്ക് കഴിവുകൾ തന്ന ദൈവം എനിക്ക് തരാത്ത വേറെ ഏതോ ഒരു കഴിവ് എൻ്റെ കൂടെയുള്ള വ്യക്തിക്ക് നൽകി. അത് ദൈവം കൊടുത്തതാണ്. അവന് എനിക്ക് തരാത്ത ഈ കഴിവ് കൊടുത്തതിനെ ഓർത്ത് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ തുടങ്ങുകയാൽ പിന്നെ നമുക്ക് അസൂയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ദൈവീകമായ കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പഠിക്കുക. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവിതമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുക. എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ നിർണായകമായി വസ്തുലോകത്തിൻ്റെ മുറിവുകളെ ഉണക്കുന്ന വേദിയാണ് കാലിത്തൊഴുത്ത്. ഈശോ ജനിച്ചു വീണ കാലിത്തൊഴുത്ത് ഇല്ലായ്മയുടെ നടുവിലായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഭൗതികമായി എന്തെങ്കിലും കുറവുണ്ട് എന്ന് നീ തോന്നുന്ന രംഗത്ത് നീ കാലിത്തൊഴുത്തിൻ്റെ ക്രിസ്തുവിലേക്ക് വരണം. കാലിത്തൊഴുത്ത് ഇല്ലായ്മയുടെ വേദിയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ 3 ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാതിരിക്കുന്ന സ്ഥലം, വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും ഇല്ലാത്ത സ്ഥലം. അവിടെ യേശുതമ്പുരാൻ വന്ന് പിറന്നപ്പോൾ കാലിത്തൊഴുത്തിന് വ്യത്യാസമുണ്ടായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വിരിച്ചു വെച്ച കീറത്തുണിയിൽ തമ്പുരാൻ വന്ന് പിറന്നപ്പോൾ കാലിത്തൊഴുത്ത് സ്വർഗമായി മാറി. എന്താ കാലിത്തൊഴുത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടായപ്പോൾ ഇത്രമാത്രം വ്യത്യാസം വന്നത്? നമ്മുടെ കുറവുകളുടെ നടുവിൽ ദൈവം വന്ന് പിറക്കുമ്പോൾ നമ്മുടെ കുറവുകൾ സ്വർഗമായി മാറും. മാത്രമല്ല, ഈ കുറവുകളുടെ നടുവിൽ ക്രിസ്തു വന്നപ്പോഴാണ് മനുഷ്യന് പോലും വിലയുണ്ടായത് എന്നുകൂടെ ഞാൻ ഓർക്കണം. ഇടയന്മാരൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. അവർ വന്ന് കാലിത്തൊഴുത്തിൽ ഈ ഉണ്ണീശോയുടെ അടുക്കൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ പൈതലിനേക്കാൾ അധികമായി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ കുഞ്ഞ് പിറന്നു വീണിരിക്കുന്നത് അവൻ്റെ തൊഴുത്തിലല്ല, ആരാൻ്റെ തൊഴുത്തിൽ. ഞങ്ങൾക്കൊരു തൊഴുത്തെങ്കിലും ഉണ്ട്, ഞങ്ങൾക്ക് ധരിക്കാൻ ഒരു വസ്ത്രമെങ്കിലും ഉണ്ട്. ഇത്തിരി കീറിയതാണെങ്കിലും ഇത് കീറത്തുണിയിൽ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിൽ ഇല്ലായ്മകൾക്ക്, കീറത്തുണികൾക്ക് വിലയുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് ബൈബിളാണ്. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. രക്ഷകനെ തിരിച്ചറിയാനുള്ള അടയാളമായി കീറത്തുണി മാറിയപ്പോഴാണ് കീറത്തുണിക്ക് വിലയുണ്ടായത്. ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ക്രിസ്തു വന്ന് പിറന്നപ്പോഴാണ് ദാരിദ്ര്യത്തിന് വിലയുണ്ടായത്. ഇല്ലായ്മ, ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ തിന്മയാണ്. പക്ഷേ അത് ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള വേദിയായി മാറിയാൽ ദാരിദ്ര്യം അനുഗ്രഹമായി മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ആ കുറവുകളുടെ നടുവിലേക്ക് നിനക്ക് നിൻ്റെ ക്രിസ്തുവിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ കുറവുകളുടെ നടുവിൽ നിനക്ക് അക്ഷരാർത്ഥത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് വളരാൻ പറ്റും. അതുകൊണ്ടാണ് കുറവുകളെ, വസ്തുലോകം നൽകുന്ന കുറവുകളെ പരിഹരിക്കുന്ന വേദിയാണ് കാലിത്തൊഴുത്ത്. അവസാനമായി വ്യക്തിലോകം നൽകിയ മുറിവുകളെ ഉണക്കുന്ന വേദിയാണ് കാൽവരി. ക്രിസ്തുവിൻ്റെ ഇരുവശങ്ങളിലായി കിടന്ന കള്ളന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവർക്കും സ്വന്തമായി മാതാപിതാക്കന്മാരുണ്ട്, മക്കളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ അവസാന സമയമാകുമ്പോൾ ഒരാൾ പോലും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാൾ പോലുമില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും പരിത്യക്തനായി കിടക്കുന്നവൻ്റെ നടുവിൽ ഒരു ക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ദൈവപുത്രനെ കാണാൻ പറ്റും. വലതുവശത്ത് കിടക്കുന്നവൻ ഇടതുവശത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ദൈവപുത്രനെ കാണാൻ പറ്റും.
കള്ളന്മാരുടെ നടുവിലാണ് അവൻ്റെ അവസാന നിമിഷങ്ങൾ അവൻ ചെലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നവനാണ് എൻ്റെ ക്രിസ്തു. അതിനേക്കാളും ഒരു പടി കൂടെ കടന്ന് കള്ളനോടും കവർച്ചക്കാരനോടും തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തിയ ലോകത്തിലെ ഏക മനുഷ്യൻ ക്രിസ്തുവാണ്. കള്ളനോടും കവർച്ചക്കാരനോടും തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തിയവൻ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ പാപിയായ മനുഷ്യൻ, കൃപയില്ലാത്ത മനുഷ്യൻ, പക്ഷേ അവൻ്റെ കൂടെയും അവനോടും താതാത്മ്യപ്പെട്ട ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വസ്തുലോകത്തിലും വ്യക്തിലോകത്തിൽ നിന്നുമുണ്ടായ എല്ലാ മുറിവുകളെയും ഉണക്കുന്നത് കാലിത്തൊഴുത്തിലെ ക്രിസ്തുവും കാൽവരിയിലെ ക്രിസ്തുവുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്നേഹത്തെ അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ സ്നേഹിക്കുകയല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിച്ചവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത. വിശുദ്ധനായ ചാൾസ് ഡി ഫുക്കോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവനെ സ്നേഹിക്കുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ, ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യങ്ങളിൽ വെച്ചാണെങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവനെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആദ്യ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആത്മീയത എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഈ ഒരൊറ്റ വാക്യമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹ അനുഭവം ആണ് നമുക്ക് വേണ്ടത്. ഈ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ തീവ്രതയനുസരിച്ച്, ആഴമനുസരിച്ച് ദൈവത്തെ നാം സ്നേഹിക്കും. എന്നെ വിട്ടുപിരിയാതെ, എൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ വിട്ടുപിരിയാതെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കും. ഇതെൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന യഥാർത്ഥ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അവസരങ്ങളാണ് ഇത്തരം കൺവെൻഷനുകൾ, ഇത്തരം ആരാധനകൾ, വിശുദ്ധ കുർബാനകൾ എല്ലാം. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേട്ട വചനങ്ങളെയൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. പ്രത്യേകിച്ച് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ച് അറിയുവിൻ. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും ദൈവം നമ്മെ അവഗണിക്കുന്നില്ലെങ്കിൽ ഒരു കുറവും നമുക്ക് സംഭവിക്കുകയില്ല. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു തകർച്ചയും ഒരു തോൽവിയും നമുക്ക് ഉണ്ടാവുകയില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഓർമ്മ അവരോട് ഒട്ടി നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ദൈവമേ, അതിനുള്ള അനുഗ്രഹം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിൻ്റെ സ്വന്തമായി ജീവിക്കാൻ അനുഗ്രഹം തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.